കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്തു. ശോധന ചെയ്തിൽ എന്ത് കാണാൻ കഴിയും? ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനോട് ഓർപ്പിച്ചൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കിയാൽ അവിടെ സ്ത്രീയുടെ സന്തതിയെ കാണാം. പുറപ്പാട് പുസ്തകത്തിൽ പാപപരിഹാരകനായ ക്രിസ്തുവിനെ പാപം വഹിക്കുന്നവരെ കാണാം. ലേവ്യ പുസ്തകത്തിൽ ലോകത്തിന്റെ പാപം ചുമന്നുകൊണ്ട് നടന്നു നീങ്ങുന്ന ലോകരക്ഷിതാവിനെ കാണുവാനായിട്ട് കഴിയും. ആവർത്തന പുസ്തകത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനായ യേശുക്രിസ്തുവിനെ കാണുവാൻ കഴിയും. യോശുവയുടെ പുസ്തകത്തിൽ വാടൂരി പിടിച്ചു നിൽക്കുന്ന യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയെ കാണുവാനായിട്ട് കഴിയും. ന്യായാധിപന്മാരിൽ ലോകത്തെ നീതിയോടെ ന്യായവിധിക്കാൻ പോകുന്ന ന്യായാധിപനായ കർത്താവിനെ കാണുവാനായിട്ട് കഴിയും. രൂത്തിന്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരനെ കാണാൻ കഴിയുമ്പോൾ ശമൂവേലെ രാജാക്കന്മാർ ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ രാജാതി രാജാവായ കർത്താവായ യേശുവിനെ കാണുവാനായിട്ട് കഴിയും. ഇനി അത് കഴിഞ്ഞാലത്തെ പുസ്തകങ്ങളോ? ദിനവൃത്താന്തം കഴിഞ്ഞാൽ എസ്രായുടെ പുസ്തകത്തിൽ യഥാസ്ഥാപകനായ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. ന്യായാധിപന്മാരിൽ സഹായകനായ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. എസ്തേറിൽ സംരക്ഷകനായ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. സങ്കീർത്തനങ്ങളിൽ ഛേദിക്കപ്പെടുന്ന അഭിഷിക്തനായ മശിഹയെ കാണുവാനായിട്ട് കഴിയും. സദൃശവാക്യങ്ങളിൽ ജ്ഞാനിയായ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. സഭാപ്രസംഗിയിൽ ഉത്തമഗീതത്തിൽ 10,000 സുന്ദരനായ കർത്താവിനെ കാണുവാൻ കഴിയും. സഭാപ്രസംഗയിൽ പട്ടണത്തെ ജ്ഞാനത്തോടെ പണിത സാക്ഷാൽ ജ്ഞാനിയായ ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. യെശയ്യാവ് മുതൽ മലാഖി വരെ പ്രവാചകന്മാരിൽ പ്രവാചകനായ നമ്മുടെ കർത്താവായ യേശുവിനെ കാണുവാൻ കഴിയും. മത്തായിയിൽ രാജാവിനെ, മർക്കോസിൽ ദാസനെ, ലൂക്കോസിൽ സമ്പൂർണ്ണ മനുഷ്യനെ, യോഹന്നാനിൽ സാക്ഷാൽ ദൈവപുത്രനെ, അപ്പോസ്തല പ്രവൃത്തികളിൽ മേഘാരൂഢനായ ക്രിസ്തുവിനെ, റോമർ മുതൽ യൂദാ വരെയുള്ള ലേഖനങ്ങളിൽ സഭയുടെ കാന്തനെ, വെളിപ്പാട് പുസ്തകത്തിൽ രാജാധിരാജാവായി മടങ്ങി വരുവാൻ പോകുന്ന ലോകരക്ഷിതാവായ കർത്താവായ യേശുവിനെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ! ദൈവത്തിന്റെ മഹത്വം! ഇവൻ എത്ര മഹാൻ!